പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 6th സെമസ്റ്ററിലെ കോർ പേപ്പർ ഫിനാൻഷ്യൽ എക്കണോമിക്സ്, അതിലെ ആദ്യ 4 മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 5th മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസറും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് പറയുന്നത്. ആദ്യം തന്നെ ഡെറിവേറ്റീവ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് ഈസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്ട് or instrument whose value is derived from the value of underlying asset, index or reference rate. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്ത് വരുന്നത് വാല്യൂ ഓഫ് അണ്ടർലൈങ് ആസെറ്റിൻ്റെ വാല്യൂവും അതേപോലെ ഇൻഡെക്സ്, റെഫറൻസ് റേറ്റ്. കോമൺ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ് ഇൻക്ലൂഡ് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ്, സ്വാപ്സ്, അതർ സ്ട്രക്ചേർഡ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്. ഇതൊക്കെയാണ് കോമൺ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്. ഫസ്റ്റ്, ഓപ്ഷൻസ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ആർ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ്, ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട് ദാറ്റ് ഗീവ് ദ ഹോൾഡർ, അതിൻ്റെ ഹോൾഡർ ദ റൈറ്റ്, നോട്ട് എ ഒബ്ലിഗേഷൻ. അദ്ദേഹത്തിന് അവകാശമുണ്ട്, അത് ഹോൾഡ് ചെയ്ത ആൾക്ക് അവകാശമുണ്ട്. ടു ബൈ, അതിന് നമ്മൾ കാൾ ഓപ്ഷൻ എന്ന് പറയും. ഓർ സെൽ ആൻ അണ്ടർലൈങ് അസറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം പീരീഡ്. ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിനുള്ളിൽ അത് വിൽക്കാനും വാങ്ങാനുമുള്ള അവകാശം അയാൾക്കുണ്ട്, റൈറ്റിന്. ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ, അത് ഒബ്ലിഗേഷനല്ല. ഓക്കെ, ഈ സ്പെസിഫൈഡ് ഒരു സ്പെസിഫൈഡ് പ്രൈസിനെ നമ്മൾ എന്ത് പറയുക? സ്ട്രൈക്ക് പ്രൈസ്. അടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്ട്രൈക്ക് പ്രൈസ് എന്ന് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. ഇനി അടുത്തത് കാൾ ഓപ്ഷൻ. കാൾ ഓപ്ഷൻ എന്ന് പറയുക, കാൾ ഓപ്ഷൻ ഗീവ്സ് the holder the right to buy the underlying asset at the strike price before at the option expiration date. ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അണ്ടർലൈങ് അസറ്റ് അതിൻ്റെ സ്പെസിഫൈഡ് പ്രൈസിന് വിൽക്കുന്നതിനുള്ള അവകാശത്തെ എന്താ പറയുക? കാൾ ഓപ്ഷൻ എന്ന് പറയാം. ഇൻവെസ്റ്റേഴ്സ് ബൈ കാൾ ഓപ്ഷൻ. ഇൻവെസ്റ്റേഴ്സ് കാൾ ഓപ്ഷൻ എന്തുകൊണ്ടാണ് വാങ്ങുന്നത്? ദേ എക്സ്പെക്റ്റ് ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് ടു റൈസ്. ആ അസറ്റിൻ്റെ പ്രൈസ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? ആ അസറ്റ് വാങ്ങുന്നത്. ഇനി പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ ഗിവ് ദ ഹോൾഡർ ദ റൈറ്റ് ടു സെൽ അണ്ടർലൈങ് അസറ്റ് അറ്റ് ദ സ്ട്രൈക്ക് പ്രൈസ് ബിഫോർ അറ്റ് ദ ഓപ്ഷൻ എക്സ്പിറേഷൻ ഡേറ്റ്. ആ ഓപ്ഷൻ്റെ എക്സ്പിറേഷൻ ഡേറ്റിന് മുമ്പ് അതിൻ്റെ ഹോൾഡർക്ക് അത് വിൽക്കാനുള്ള, സ്ട്രൈക്ക് പ്രൈസിൽ വിൽക്കാനുള്ള അവകാശത്തെ എന്ത് പറയുക? പുട്ട് ഓപ്ഷൻ എന്ന് പറയുക. ഇൻവെസ്റ്റേഴ്സ് ബൈ പുട്ട് ഓപ്ഷൻ ഇഫ് ദേ എക്സ്പെക്ട് ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് ടു ഫാൾ. ഇൻവെസ്റ്റേഴ്സ് അത് വാങ്ങുന്നത് എന്തിനാണ്? അതിൻ്റെ പ്രൈസ് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഫോർവേഡ് കോൺട്രാക്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നാൽ ഇറ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് എഗ്രിമെൻറ്റ്. ഇതൊരു കസ്റ്റമൈസ്ഡ്, രണ്ട് പേര് തമ്മിലുള്ള അഗ്രിമെൻറ്റ്, അവർ തമ്മിലുള്ള ഒരു വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു ബൈ ഓർ സെൽ എൻ അസറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഇത്ര പ്രൈസിന് സാധനം വാങ്ങും, അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് പ്രകാരം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു കസ്റ്റമൈസ്ഡ് എഗ്രിമെൻറ്റിനാണ്. കസ്റ്റമൈസ്ഡ് എഗ്രിമെൻ്റ് പറഞ്ഞാൽ ഞാനും വേറെ ആളും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ്, ഞാനും അവരും കൂടി ഉണ്ടാക്കിയൊരു എഗ്രിമെൻ്റ് ആയിരിക്കും. എന്നാൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് എഗ്രിമെൻറ്റ് ട്രേഡഡ് ഓൺ എൻ എക്സ്ചേഞ്ച് ചെയ്യും. ദാറ്റ് ഒബ്ലിഗേറ്റ് ദ പാർട്ടീസ് ടു ബൈ ഓർ സെൽ എൻ അസറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ, ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രണ്ട് പാർട്ടി ഒരു എക്സ്ചേഞ്ച് നടത്തുമെന്നുള്ള ഒബ്ലിഗേഷൻ എന്ത് പറയാം? ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയാം. അടുത്ത സ്വാപ്പ്. സ്വാപ്പ് ഈസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്ട്. സ്വാപ്പ് എന്ന് പറയുന്നത് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടി, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ടു എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് ഫ്ലോ ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്ന ടു പാർട്ടീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിന്, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിന് എന്ന് പറയാം സ്വാപ്പ് എന്ന് പറയാം. കോമൺ ടൈപ്സ് ഓഫ് സ്വാപ്പ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്, കറൻസി സ്വാപ്പ്, കമ്മോഡിറ്റി സ്വാപ്സ്. ഓക്കെ, ഇനി അടുത്ത് ഹെഡ്ജിങ്. ഹെഡ്ജിങ് ഈസ് എ റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി യൂസ്ഡ് ടു റെഡ്യൂസ് ഓഫ്സെറ്റ് ദ റിസ്ക് ഓഫ് അഡ്വേഴ്സ് പ്രൈസ് മൂവ്മെൻറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ബിസിനസ് ഓപ്പറേഷൻ. ഒരു ബിസിനസ് ഓപ്പറേഷനിൽ വരുന്ന പ്രൈസ് ചേഞ്ച് ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും, അല്ലെങ്കിൽ മറ്റൊരു രീതി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള റിസ്ക്
ഓഫ്സെറ്റ് ചെയ്യുന്നതിന്, റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് എന്ന് പറയാം ഹെഡ്ജിങ് എന്ന് പറയാം. ഡെറിവേറ്റീവ് സച്ച് ആസ് ഓപ്ഷൻ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ് ആർ ഓഫൺ യൂസ്ഡ് ഹെഡ്ജിങ് പർപ്പസ് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് പൊട്ടൻഷ്യൽ ലോസസ്. നഷ്ടമെന്ന് വിചാരിച്ചുകൊണ്ട് റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് എന്ന് പറയാം ഹെഡ്ജിങ് എന്ന് പറയാം. അടുത്ത് ആർബിട്രേജ്. Arbitrage is the practice of exploiting the price difference in different market or instrument to make profit with no net investment. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എന്ത് ചെയ്യാണ്, മാർക്കറ്റിലെ പ്രൈസ് ഡിഫറൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ലാഭം ഉണ്ടാക്കുന്ന രീതി എന്ന് പറയാം ആർബിട്രേജ് എന്ന് പറയാം. ആർബിട്രേജസ് ബൈ ആൻഡ് സെൽ അസറ്റ് സൈമൾട്ടേനിയസ്ലി ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് ടു ക്യാപ്ചർ മിസ് പ്രൈസിങ് ഓർ ഇൻഎഫിഷ്യൻസി. മാർക്കറ്റിലെ ഇൻഎഫിഷ്യൻസിയും മിസ് പ്രാക്ടീസും ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിഫറെൻറ്റ് മാർക്കറ്റിൽ ഒരേ സമയം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെ എന്താ പറയുക, ആർബിട്രേജ് എന്ന് നമ്മൾ പറയുക. കോസ്റ്റ് of carry model. The cost of carry model used to calculate theoretical price of future or forward contract based on cost of financing underlying asset, storage cost and dividend or income generated by asset. കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോഡലാണ്. ഇത് ചെയ്യുന്ന ഫ്യൂച്ചർ ഓർ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്, അണ്ടർലൈങ് അസറ്റിൻ്റെ കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, ഡിവിഡൻഡ് ഓർ ഇൻകം ജനറേറ്റഡ് ബൈ അസറ്റ്. ഇറ്റ് ഹെൽപ്സ് ഡിറ്റർമിൻ വെദർ ഫ്യൂച്ചർ ഓർ ഫോർവേഡ് കോൺട്രാക്ട് ആർ ഓവർ വാല്യൂഡ് ഓർ അണ്ടർ വാല്യൂഡ് റിലേറ്റീവ് ടു ദ സ്പോട്ട് പ്രൈസ് ഓഫ് അസറ്റ്. ഈ അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഇത് സഹായകരമാണ്. അടുത്ത് എക്സ്പെക്റ്റേഷൻ മോഡൽ. എക്സ്പെക്റ്റേഷൻ മോഡൽ ഈസ് എ പ്രൈസിംഗ് മോഡൽ യൂസ്ഡ് ഇൻ ഓപ്ഷൻ വാല്യൂഷൻ ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് പ്രോബബിലിറ്റി. ഫ്യൂച്ചറിലുള്ള പ്രൈസിൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓപ്ഷൻ്റെ വാല്യൂ ഡിറ്റർമിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെ എന്ത് പറയാം, എക്സ്പെക്റ്റേഷൻ മോഡൽ എന്ന് പറയാം. ഇത് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസസും പ്രോബബിലിറ്റീൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇറ്റ് കൺസിഡർ ഫാക്ടേഴ്സ് സച്ച് ആസ് എക്സ്പെക്റ്റഡ് വൊളാറ്റിലിറ്റി ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. ഒരു അസറ്റിൻ്റെ എക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കുന്ന വൊളാറ്റിലിറ്റി, ടൈം ടു എക്സ്പിരേഷൻ്റെ ടൈം, ഇൻട്രസ്റ്റ് റേറ്റ്, ഡിവിഡൻഡ് yield to calculate option theoretical value. അടുത്ത put call parity theorem. Put call parity theorem is a fundamental principle in option pricing. Option pricing ന്റെ fundamental principle ആണ്. That established a relation between price of call and put option with the same strike price and expiration date along with underlying asset and risk free rate. ഇതെന്ന് പറയുന്നത് പുട്ട് കാൾ പാരിറ്റി തിയറം എന്ന് പറയുന്നത് ഇതൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ബിറ്റ്വീൻ പ്രൈസസ് ഓഫ് കാൾ ആൻഡ് പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ്റെയും കാൾ ഓപ്ഷൻ്റെയും പ്രൈസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ പ്രൈസിങ് പ്രിൻസിപ്പിളാണ് പുട്ട് കാൾ പാരിറ്റി തിയറം എന്ന് പറയുന്നത്. അതിൻ്റെ സെയിം പ്രൈസ് സ്ട്രൈക്ക് പ്രൈസ് സെയിം ആയിരിക്കും, എക്സ്പിറേഷൻ ഡേറ്റും സെയിം ആയിരിക്കും, along with the underlying asset of risk-free rate. The theorem states that under certain assumption, the difference between call option price and put option price is the equal difference between current asset price and present value of strike price discounted at a risk-free rate. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് കാൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ് പ്രൈസ്, അസറ്റിൻ്റെ കറൻറ്റ് അസറ്റ് പ്രൈസും പ്രസൻറ്റ് വാല്യൂ ഓഫ് സ്ട്രൈക്ക് പ്രൈസ് ഡിസ്കൗണ്ടഡ് അറ്റ് റിസ്ക് ഫ്രീ റേറ്റ്. സ്ട്രൈക്ക് പ്രൈസ് എന്താ ഡിസ്കൗണ്ടഡ് അറ്റ് റിസ്ക് ഫ്രീ, ഫ്യൂച്ചറിലുള്ള വാല്യൂ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ ആക്കിയിട്ട് കാണുന്നതിനെയാണ്. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പെസിഫൈഡ് പ്രൈസ്, ആ ഓപ്ഷൻ്റെ സ്പെസിഫൈഡ് പ്രൈസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? കാൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ് പ്രൈസും ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ഇതോടുകൂടി 5ാമത്തെ മൊഡ്യൂളും അവസാനിച്ചു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.